കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വരവെങ്കിൽ ഞാൻ ചിന്തിച്ചു, വലിയ ഒരു കാലഘട്ടം, വേനൽക്കാലമൊക്കെ മാറി മഴക്കാലം വന്നു. അന്തരീക്ഷത്തിന് വലിയ മാറ്റങ്ങൾ വന്നതിന് ശേഷമാണ് നാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിച്ചത്. 46 ഡിഗ്രി വരെ പാലക്കാട് ജില്ലയിലെ ചൂട് അത്രമാത്രം അധികപ്പറ്റായിരുന്നു. 40, 42, 44, 46 ഏകദേശം ആ ചൂടിൻ്റെ ആധിക്യമൊക്കെ മാറി ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. നമുക്കറിയാം, പകൽക്കാലം മുഴുവൻ നമ്മൾ വളരെ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ഓരോ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അതാതിൻ്റെ അനുസരിച്ചുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ചൂടിൻ്റെ ആധിക്യം നമ്മുടെ ശരീരസ്ഥിതി അനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ളതായ ഈ തോലിനെ താങ്ങാൻ സാധ്യമല്ലാത്തതായ ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ, ബിയോണ്ടായി അതിനപ്പുറമായിരുന്നു ചൂട്. അത് ഏത് മേഖലകളിൽ ആര് പണിയെടുത്താലും അവർക്കൊക്കെ, പണിയെടുക്കാത്ത ഞങ്ങളെപ്പോലെ വീട്ടിലിരിക്കുന്നവർക്കും അതപ്പുറം. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, വലിയവനായ ദൈവം നമുക്ക് നൽകുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നമ്മൾ വില കൽപ്പിക്കുന്നില്ല. പോയ വർഷമായിരുന്നു ഓക്സിജൻ്റെ വില നമ്മൾ മനസ്സിലാക്കിയത്. കോവിഡിൻ്റെ ക്ലൈമാക്സിൽ വർഗീസ് സാറിൻ്റെ നാട്ടിൽ അന്നൊരു ഓക്സിജൻ ഫാക്ടറി ഉള്ള കാര്യം അന്നാണ് ഞാൻ അറിയുന്നത്. ഈ 50 വർഷക്കാലം ഈ പ്രദേശത്ത് താമസിച്ചെങ്കിലും ഇവിടെ നിന്ന് ഓക്സിജൻ കൊണ്ടുപോയിട്ടാണ് എല്ലാ ആസ്പത്രികളിലും കൊടുത്ത് ഓക്സിജൻ കൊടുത്തത്. അതിനപ്പുറത്തേക്ക് ഓക്സിജൻ കമ്പനിക്കാരോട് ഓക്സിജൻ മെഷീൻ ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ വിരലിൻ്റെ അറ്റത്ത് വെച്ചു. 90, 95, 96 അതിൽ താഴ്ന്നു കഴിഞ്ഞാൽ 95-ന് താഴോട്ട് താഴ്ന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറവ്, ആസ്പത്രി പോകുന്നു, ട്രിപ്പിടുന്നു, ഓക്സിജൻ കുത്തിക്കയറ്റുന്നു, പല വിധത്തിലുള്ളതായ രീതികൾ. അപ്പം കർത്താവ് തരുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നമ്മൾ അതിൻ്റെ മാറ്റ് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സ്വർണം വാങ്ങുന്നവർ മലബാർ, അതേപോലെ തന്നെ ഒത്തിരി സ്വർണ്ണക്കടകളുണ്ട്. വടക്കഞ്ചേരിയിലെ പുതുതായിട്ടൊരു കവിത എന്ന് പറഞ്ഞൊരു സ്വർണ്ണക്കട ഉണ്ടാക്കിയിട്ട് മൂടിക്കെട്ടിയിരിക്കുന്നുണ്ട്. അത് ഈ മാസം ചിലപ്പോൾ ഓപ്പൺ ചെയ്യും. അപ്പം ഇതിൻ്റെയൊക്കെ മാറ്റ് അറിയണമെങ്കിൽ സ്വർണ്ണക്കടയിൽ പോകണം. അതിൻ്റെ മാറ്റ് അറിയണമെങ്കിൽ പണയം വെക്കുന്നവൻ്റെ അടുത്ത് ചെല്ലണം. സ്വർണത്തിൻ്റെ മാറ്റ് അവന്മാരാണ് നിശ്ചയിക്കുന്നത്, ഞാനും നിങ്ങളുമല്ല. സ്വർണ്ണ പൊൻവീതിയിൽ തെരുവിൽ നടക്കാൻ പോകുന്നവർക്ക് സ്വർണത്തിൻ്റെ മാറ്റിന്നറിയാത്ത ഒരവസ്ഥയാണ്. എല്ലാവരും പറയും, വെളിപാട് പുസ്തകം 21, 22 അധ്യായം പഠിക്കുമ്പോൾ പറയും, സ്വർണ്ണ തെരുവീതികളിൽ കൂടെ ഞങ്ങൾ നടക്കും. നവരത്നങ്ങൾ, ആ രത്നങ്ങളുള്ളതായ കിരീടങ്ങൾ, ഇതൊക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ നവരത്നങ്ങളും സ്വർണ്ണങ്ങളും ഒക്കെ നമ്മൾ സമുദ്രതീരത്തൂടെ പോകുമ്പോൾ മണലിനെ തട്ടി പോകും. ഇതിനകത്തൊക്കെ സ്വർണത്തിൻ്റെ ചെറിയ തരികളുണ്ട്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് സ്വരൂപിച്ച് അതിനെ സ്വർണ്ണമാക്കി പിന്നെ ഡയമണ്ടുകളാക്കി ഇതൊക്കെ സ്വർണ്ണക്കടയിൽ വരുമ്പോൾ നമ്മളതിനെ മാറ്റി മനസ്സിലാക്കും. ദൈവം തരുന്ന ചെറിയതും വലുതുമായ കാര്യങ്ങളുടെ നന്മ നമ്മളറിയുന്നില്ല. ചില എഴുത്തുകാർ എഴുതാറുണ്ട് ചെറിയ കാര്യങ്ങൾ. ചില സ്ത്രീകൾ വലിയ ലേഖനങ്ങൾ അതിനെ സംബന്ധിച്ച് എഴുതാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളുടെ മാറ്റ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ മാറ്റം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവം തരുന്ന ആരോഗ്യത്തിന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അനേകർ പറയും, ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ അമ്മ മരിച്ചു. 1 or 2 പേര് പറഞ്ഞു ഞങ്ങൾ മരിച്ചു. എന്താ കാരണം? ഷുഗർ കയറി, കിഡ്നി ഡാമേജായി, കിഡ്നിക്ക് പഴുപ്പായി, മരണത്തിൻ്റെ പട്ടിക വന്നുകൊണ്ടിരിക്കും. കർത്താവ് നിനക്കും എനിക്കും ആരോഗ്യം എത്രമാത്രം തന്നിരിക്കും. നമ്മൾക്ക് നൽകിയ ആരോഗ്യത്തിൻ്റെ മാറ്റ് നമ്മൾ നല്ല ആസ്പത്രി ചെല്ലുമ്പോൾ അവർ പറയുന്ന എല്ലാ പണക്കാരായിട്ടുള്ള ആൾക്കാരും എന്തു ചെയ്യും? ഹെൽത്തിൽ വർഷത്തിലൊരിക്കൽ പോയി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും. ഇൻഷുറൻസുകാർ അങ്ങനെ ചെയ്യും, ഇൻഷുറൻസ് ഇല്ലാത്ത സാധാരണ കാശുകാർ ചെയ്യും. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ
രോഗം വരുമ്പോൾ കൊണ്ടുപോയി അടുത്ത ലാബിൽ പോയി ചെക്കപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതി. ഇന്നത്തെ പേപ്പറിലൊരു കാര്യം കണ്ടു, ഹെൽത്ത് കെയറുകാരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം, ബോൺവിറ്റ ഉപയോഗിക്കരുത്, ബോൺവിറ്റയുടെ അകത്ത് തിരികെയുള്ളത്. അപ്പം ഇതൊക്കെ നമ്മൾ കണ്ണിൽ കാണുന്നതൊക്കെ വാങ്ങി തിന്നുകയും കുടിക്കുകയും ചെയ്യും. നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. മനുഷ്യൻ്റെ എല്ലാ ശരീരഭാഗങ്ങൾക്കും തകരാറ് വരാം. കാരണം മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തതായ മനുഷ്യനിൽ അപാകതകൾ ഉണ്ടാകുന്നു. ആ മനുഷ്യൻ പാപം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. റോമലേഖനം 6:33 പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഈ മനുഷ്യൻ ജനിച്ച് വീണ് അന്നു മുതൽ പാപമുള്ള ലോകത്തിലേക്കാണ് അവൻ ജനിച്ചു വീഴുന്നത്. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അത് കരഞ്ഞുകൊണ്ടാണ്, അയ്യോ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ, അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതിഗതികൾക്ക് മാറ്റമായി. മനുഷ്യൻ മല്ല് പിടിച്ച് ജീവിക്കുവാൻ തക്കോണമാണ്. എല്ലാം നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ടാണ് നമുക്ക് വരുന്നത്. പലപ്പോഴും ദൈവം ആദമിനെ ഹവ്വായെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കി, ഉടൻ തടസ്സം വന്നു. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒരു ഫേക്ക് പ്രോമിസ് കൊടുത്തു, നീ ദൈവത്തെ പോലെ ആകും. അതുകൊണ്ട് ദൈവം പറഞ്ഞത് ധിക്കരിച്ചേക്കണം, അനുസരണക്കേട് കാണിച്ചേക്കണം. പിശാചിൻ്റെ ചെറിയ തത്വം നമ്മുടെ മുൻപിൽ വെച്ചപ്പോൾ ദൈവം പറഞ്ഞ വലിയ കാര്യത്തെക്കാൾ നമ്മൾ അതിനെ വിശ്വസിക്കുന്നു. പിശാചാണ് നമ്മുടെ ചോദ്യകർത്താവ്. പിശാച് നമ്മളെ ചോദ്യകർത്താവായിട്ട് നമ്മളെ ചോദ്യം ചെയ്യുവാണ്. ആ പിശാച് ചോദ്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ജ്യേഷ്ഠൻ അനിയനെ എന്ത് ചെയ്തു? ജ്യേഷ്ഠൻ അനിയനെ കൊന്നു. എത്ര സഹോദര സ്നേഹത്തിൽ ആദിമ തലമുറയിൽ വളരെ കാര്യമായിട്ട് ചേട്ടാനിയന്മാർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പലപ്പോഴും ഈ പരിസ്ഥിതി കാണും, മൂത്ത കൊച്ച് ചെറിയ കൊച്ചിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുക, പലതും കാണിച്ചു കൊടുക്കുക. മൂത്ത കൊച്ചും ചെറിയ കൊച്ചും വളരെ സന്തോഷമായിട്ട് യാത്ര ചെയ്യും. അവൻ വലുതായി, പഠിച്ചു മിടുക്കനായി, നല്ല ജോലിക്കാരനായി, വിവാഹിതനായി, അവൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിന് തടസ്സം വന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ അതേപോലെ വരുന്നു, അവർ തടസ്സമായിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ തടസ്സങ്ങളുടെ പട്ടികകൾ മാത്രമേ നമുക്കുള്ളൂ. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വേണോ വേണ്ടേ, പിശാച് കൊണ്ടുവന്ന് വിത്ത് വിതച്ചിട്ട് പോകും. അതിനെയാണ് നമുക്ക് ഇലക്ഷൻ്റെ സമയത്ത് സ്റ്റീൽ ബോംബ് കൊണ്ടിട്ടിട്ട് പോയിരിക്കുന്നത്. ഉണ്ടാക്കിയവനെ പിടിച്ചു. അതിൻ്റെ കാര്യങ്ങൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുക, ഇലക്ഷനെ സംബന്ധിച്ച് തടസ്സം ഉണ്ടാക്കുക, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് തടസ്സം ഉണ്ടാക്കുക. കർത്താവ് പത്രോസിനോട് പറയുന്നു, പത്രോസ്, പിശാച് നിന്നെ പാറ്റിക്കളവാൻ എന്നോട് ചോദിച്ചു. നിന്നെ പാറ്റിക്കളയാൻ, തട്ടിക്കളയാൻ പിശാച് ആലോചിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നോക്കുന്ന സമയത്ത് ദൈവം ഇയ്യോബിനോട് ചോദിക്കുവാണ്, അല്ല ഇയ്യോബിനോടുള്ള പിശാചിനോട് ചോദിക്കുവാണ്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ കണ്ണു വെച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, പിശാചിൻ്റെ തടസ്സം എന്താ? നീ അവന് വേണ്ടതൊക്കെ കൊടുത്തു, അവനെ പോറ്റി പുലർത്തി, അതുമാത്രമല്ല അവന് ചുറ്റും ഒരു വേലിയും കെട്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് ലോകത്തിൽ ദൈവമക്കൾക്കുള്ള സമയം. ദൈവമക്കൾക്ക് എല്ലാ സൗകര്യവും കർത്താവ് കൊടുത്തിട്ട് പിശാച് അവിടെ കാത്തു നിൽക്കുവാണ്. എന്തിന്? ഇവനെ വിശ്വാസത്തിൽ നിന്ന് ഉതിർത്ത് കളവാൻ,
ഇവനെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റിക്കളവാൻ പിശാചിന് ആരെങ്കിലും അവൻ്റെ സൈന്യത്തിൽ ഒരാളെ വേണം. പിശാചിന് ലോകത്തിൽ ഏകദേശം 350-400 കോടി ജനങ്ങളിൽ അവരെ ഒന്നും വേണ്ട. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളായിട്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽപ്പെട്ട ഒരു വ്യക്തി, പാപമോചനത്തിന് വേണ്ടി സ്നാനപ്പെട്ട വ്യക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്ത് അഭിഷേകം ചെയ്ത വ്യക്തിയെ മാത്രമേ അവന് ആവശ്യം. നമ്മൾ നോക്കുക, ദൈവമക്കൾ എവിടെയുണ്ടോ അവരെ ആവശ്യം. ആർക്ക്? പിശാച്. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറയുന്നു, നിന്നെ പാറ്റിക്കളവാൻ ചോദിക്കുന്നു, നിന്നെ തട്ടിക്കളവാൻ ചോദിക്കുന്നു, നിന്നെ ദൈവസന്നിധിയിൽ മാറ്റുവാൻ ചോദിക്കുന്നു. യോബിൻ്റെ കാലം വന്നപ്പോൾ അത് തന്നെയായിരുന്നു. നീതിമാനും വിശ്വസ്തനുമായിരുന്നു, അവനെ തട്ടിക്കളവാൻ. ലോത്ത് സോദോം ഗോമോരയുടെ പ്രദേശത്ത് താമസിക്കുന്നതായ സമയത്ത് സോദോം ഗോമോര മുഴുവനും നശിച്ച് നാറാണക്കല്ലായി മുടിഞ്ഞ് മുണ്ടക്കോലായി. ആ സോദോം ഗോമോരയിൽ താമസിക്കുന്ന ലോത്ത്, അബ്രഹാമിൻ്റെ സഹോദരപുത്രനായിരുന്ന ലോത്ത് മര്യാദ ജീവിക്കുന്നവനായി. ആ ദേശം മുഴുവൻ നശിച്ച് കിടക്കുന്ന സമയത്ത് ദൈവം അതിനെ ചുട്ടുകളവാൻ തക്കോണം, തീയിട്ട് കളവാൻ തക്കോണം ആലോചിച്ചു. ആ സമയത്താണ് അബ്രഹാം, നമ്മുടെ പൂർവിക പിതാവ്, ഇവർക്ക് ഇവന് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു. 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ നീ സോദോം ഗോമോര നശിപ്പിക്കുമോ? നശിപ്പിക്കില്ല. പറഞ്ഞു 10 പേരെ എത്തി. പോയ പ്രാവശ്യം ഞങ്ങളിവിടെ പ്രാർത്ഥനയ്ക്ക് 9 പേരോ വന്നുള്ളൂ. അപ്പം ഞങ്ങൾ പറയുകയും ചെയ്തു, 10 പേരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നശിപ്പിക്കുമോ? നശിപ്പിക്കില്ല. 9 പേരുമുണ്ട്. എന്തു ചെയ്യണം? ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ നീ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ മാത്രമേ. ലോത്ത് ശ്രേഷ്ഠനായിരുന്നു, മാന്യനായിരുന്നു, സോഷ്യൽ സ്റ്റാറ്റസ് വളരെ നല്ല രീതിയിൽ പുലർത്തിയവനായിരുന്നു. ഇന്നത്തെ രീതി നമ്മുടെ കേരളവുമായിട്ട് തുലനം ചെയ്യുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ലോത്തും കുടുംബവും മിങ്കിള് ചെയ്തില്ല സോദോം ഗോമോരയുമായിട്ട്. തൽഫലമായിട്ട് ദൈവം അവനെ വിളിച്ച് വേർതിരിച്ചു. വിട്ടുപോരുക, പുറകോട്ട് നോക്കരുത്. ലോത്തിൻ്റെ കൈക്ക് പിടിച്ചു, അപ്പൻ്റെ കൈക്ക് പിടിച്ചു. അപ്പൻ വയസ്സനായി കാണും, അതായിരിക്കും കൈക്ക് പിടിച്ചു കൊണ്ടുപോയതിൻ്റെ ഉദ്ദേശം. ഓരോരുത്തരെ കൈക്ക് പിടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൈക്ക് പിടിച്ച് നടക്കുന്ന പോലെ പലരും സെൽഫി എടുക്കുന്നുണ്ട്, 3-4 പേര് 5 പേരൊക്കെ നിന്നിട്ട്, കൊച്ചു പിള്ളേരെ നിർത്തിക്കൊണ്ട്. അതേപോലെ പിടിച്ചു വന്നു. പുറകിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞു. നോക്കരുത് എന്ന് പറഞ്ഞു. പിള്ളേരോട് പറയും, വെള്ളത്തിലേക്ക് ചാടരുത്, ആറ്റിലേക്ക് അച്ചുതാ, ചാടല്ലേ എന്നുള്ളൊരു പാട്ടുണ്ട്. ചാടരുത്, ആറ്റിലേക്ക് ചാടരുത്, അവിടോട്ട് പോകരുത്, നോക്കില്ലെന്ന് പറഞ്ഞു. അവർ കൈക്ക് പിടിച്ച് യാത്ര ചെയ്തു. മനോഹര ദേശത്തെ വിട്ടു പോകാൻ നേരത്ത് നമ്മുടെ കൊച്ചമ്മയ്ക്കൊരു നോട്ടം. താൻ നേടിയതായ എല്ലാ സ്വത്തുക്കളും, എല്ലാ സ്വർണവും, ലോക്കറിൽ വരെ വെച്ചിരിക്കുന്ന സ്വർണം. സോദോം ഗോമോര ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനികളുടെ കേന്ദ്രം, ഏറ്റവും വലിയ ഡയമണ്ടുകളുടെ കേന്ദ്രമാണ്. ഇത് മുഴുവനും നോക്കരുതെന്ന് പറഞ്ഞു. കേവലം ഒരു ചെറിയ വാക്കിനാൽ നോക്കി ദൈവം സ്വർഗത്തിൽ നിന്ന് തീയിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നു. തീയിട്ടു, കത്തിച്ചു കളഞ്ഞു. അതിന്ന് ചാവുകടലായിട്ടങ്ങ് മാറി. തടസ്സം നിന്നത് ആ കുടുംബത്തിലെ അമ്മച്ചിയാണ്. ഇന്നലെ ഞാൻ തടാകം എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയിരുന്നു, വൈക്കത്ത്.
നമ്മുടെ പല ആൾക്കാർക്കും വൈക്കത്തെ സംബന്ധിച്ച് അറിയുന്നുകൊണ്ട് പറഞ്ഞത്. അവിടെ പോയതായ സമയത്ത് പല ആൾക്കാരുമായിട്ട് ഞാൻ എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങിയൊക്കെ നടന്നു. 10,000 പേരോളം ഉണ്ടായിരുന്നു. ഒരു കല്യാണത്തിൻ്റെ പരിപാടികൾക്ക് പോയതാണ്. അവിടെ ഒരു അമ്മച്ചി പറഞ്ഞു, ഞാൻ എത്ര കഷ്ടപ്പെട്ട മോനെ ഇവരെയൊക്കെ വളർത്തി ഈ നിലയിലെത്തിച്ചത്. ഒരുത്തിയുടെ പേര് തങ്കമ്മ, വേറെ ഒരുത്തിയുടെ പേര് പൊന്നമ്മ, വേറെ ഒരുത്തിയുടെ പേര് കുഞ്ഞമ്മ. അപ്പോൾ എന്നോട് പറയാ, ഞാൻ എൻ്റെ മക്കൾക്ക് തങ്കമ്മ പൊന്നമ്മ ഈ പേര് കൊടുക്കാൻ കാരണം തങ്കമേ 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 എന്ന് വിളിച്ചുകൊണ്ട് നടന്നു. പൊന്നമ്മയെ വിളിച്ച് പൊന്നമ്മയെ പൊന്നെ പൊന്നെ വിളിച്ചുകൊണ്ട് നടന്നു. ഈ രീതികളിലൊക്കെ ഞാൻ വിളിച്ചു നല്ല രീതിയിൽ പോറ്റി പുലർത്തി വളർത്തി. ഞാൻ വളർത്തി ഇവരെ 18, 19, 22 വയസ്സിൽ കെട്ടിച്ചു. അന്നൊന്നും തടസ്സങ്ങളുണ്ട്. വലിയ സമൃദ്ധിയുള്ള കുടുംബമല്ല, ആവറേജ് കുടുംബത്തിൽ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെയാണ്. അവരെയൊക്കെ നല്ല നിലയിൽ ഞാൻ കെട്ടിച്ചു വളർത്തി. അവരൊക്കെ നല്ല നിലയിലായി. ഇന്ന് കാരണം എന്താ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ മറിയക്കുട്ടിയുടെ അനുഭവം, നമ്മുടെ പെൻഷൻകാരി മറിയക്കുട്ടി. അത് പറഞ്ഞ് എന്തിനെന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരും വന്നു. അവരെല്ലാവരും വലിയ വലിയ വിശ്വാസികളായി പോയി. വൈക്കത്തിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കണം. എല്ലായിടത്തും എന്താണ് ഈ കായലും മറ്റുള്ളതായ ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്. മത്സ്യബന്ധനത്തിനൊക്കെയുള്ള ചെറുകിട ആൾക്കാർ, കുട്ടനാട് പോലെ തന്നെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളിൽ കൂടെ ഒക്കെ കഷ്ടപ്പെട്ട് വളർത്തി കഴിഞ്ഞു. അവരൊക്കെ ഉയർന്നു പോയി. മക്കളൊക്കെ വരുമ്പം എന്തു കൊടുക്കും? അമ്മയ്ക്ക് എന്താ കൊടുക്കുന്നത്? ഏത് പ്രായത്തിലുള്ള മക്കൾ വന്നാലും അമ്മമാർക്ക് എന്തു കൊടുക്കും? എന്താ കൊടുക്കുന്ന? ഉമാര എന്താ കൊടുക്കുന്ന? ഒരു ഉമ്മ കൊടുക്കും. അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും, അമ്മയെ ഞാൻ കണ്ടോളാം എന്ന് പറയും. എല്ലാവരും ഉമ്മയും കൊടുക്കും, കൺട്രോളും ചെയ്യും. അവസാനം എന്ന് പറഞ്ഞു, എൻ്റെ അമ്മാമ്മ എന്ന് അവർ പറയുന്നത്, അമ്മാമ്മ മരിച്ച സമയത്ത് അമ്മാമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കടലാസ് വെച്ചിട്ട് അതിന് മുകളത്ത്. അമ്മയുടെ മുഖത്ത് ഉമ്മ കൊടുക്കില്ല, കടലാസ് വെക്കും, ടിഷ്യൂ പേപ്പർ പോലത്തെ. അവിടങ്ങളിൽ ഈ കർച്ചീഫ അത് വെച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കും അമ്മയ്ക്ക്. ഇതാണ് അമ്മയ്ക്ക് കൊടുത്തത്. പൊന്നമ്മയും തങ്ങമ്മയും കുഞ്ഞമ്മയും ചെയ്തത് ഇങ്ങനെ കൊടുത്തു. എത്ര പോറ്റി വളർത്തി, പാല് കൊടുത്ത് കഷ്ടപ്പെട്ട് അടുത്ത വീട്ടിൽ പാത്രങ്ങൾ കഴുകി ആട് മേയിച്ച് ഇങ്ങനെയൊക്കെയാണ് ഞാൻ കുഞ്ഞുങ്ങളെ വളർത്തിയത്. ജീവിതമെല്ലാം തടസ്സമാണ്, കഷ്ടപ്പാടാണ്. ജീവിക്കാൻ ഞാൻ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇത് സാധാരണക്കാരൻ്റെ വീട്ടിലെ അനുഭവം. കർത്താവ് യോഹന്നാന്റെ പുസ്തകം 21-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ വിൽസനപ്പഴം വായിക്കും, കുറച്ച് ക്ലിയറായിട്ട്. മുതൽ അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ തെറ്റി. യോഹന്നാൻ 14-ല്ല 21. വായിച്ചു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും
അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ച്, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്തേക്ക് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ കിട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന്. 14-ാം വാക്യത്തിൽ പറയുന്നു, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നത്. നമുക്കറിയാം, പത്രോസിനെ സംബന്ധിച്ച് പത്രോസ് കർത്താവിൻ്റെ ഏറ്റവും അരുമ ശിഷ്യനായിരുന്നു. കർത്താവിൻ്റെ കൂടെ തന്നെ നടക്കുന്നവനായിരുന്നു. പത്രോസ് കർത്താവിനോടുകൂടെ എല്ലാ കാര്യത്തിനും റെഡിയായിട്ട് നിൽക്കുന്നവനായിരുന്നു. ആ പത്രോസ് മഹാപുരോഹിതൻ്റെ കാതു വെട്ടി. ആ പത്രോസ് കർത്താവിനോടുകൂടെ നടന്നു. നമുക്കറിയാം, ഗതസമന തോട്ടത്തിൽ വെച്ച് കർത്താവിൻ്റെ ശിഷ്യനാകുന്ന പത്രോസ് കാതു വെട്ടുന്നതോടൊപ്പം തന്നെ പത്രോസ് പറയുന്നു, നീ കോഴി കൂകും മുമ്പേ നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തൻ്റെ അരുമ ശിഷ്യനായ പത്രോസിനോട് പറഞ്ഞു. അങ്ങനൊന്നുമില്ല, ഞാൻ തട്ടില്ല, ഞാൻ മറക്കില്ല, ഞാൻ നിന്നെ തന്നെ, നീ എൻ്റെ നാഥനാ, നീ എനിക്ക് വേണ്ടപ്പെട്ടവനാ. ഗതസമന തോട്ടത്തിൽ അവിടെ പോവുകയാണെങ്കിൽ പീലാത്തോസിൻ്റെ അരമനയുടെ മുമ്പിൽ ഒരു കോഴി, പൂവൻ കോഴി അവിടെ നിൽപ്പുണ്ട്, അതിൻ്റെ ബൊമ്മ. അതേപോലെ ഒരു പൂവൻ കോഴി ഇവിടെയുണ്ട് നമ്മുടെ അടുത്ത്. ഇവിടെ അറിയാമോ? പഴയന്നൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ, കോഴി അമ്പലത്തിൻ്റെ മുമ്പിൽ ഇത് വെച്ചിരിക്കുന്നു. കോഴി കൂകും മുമ്പേ നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3-ാം പ്രാവശ്യവും അവർ പ്രാതൽ കഴിഞ്ഞ ശേഷം യേശു ശിമോൻ പത്രോസിനോട്, പ്രാതൽ എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിൽ അല്ല ഇംഗ്ലീഷ് ഭാഷയിൽ ബ്രേക്ക്ഫാസ്റ്റ്. 7 മണിക്കോ 8 മണിക്കോ 10 മണിക്കോ, അത് ഓരോരുത്തരുടെ സൗകര്യാർത്ഥം പ്രാതൽ കഴിഞ്ഞ ശേഷം കർത്താവ് ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവ് ചോദിക്കുകയാണ്, ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു? ആരാണ് ഇവര്? ആരൊക്കെയാണ് ഈ 12 അപ്പോസ്തലന്മാരെ? അന്ന് യൂദ ചത്തിട്ടില്ല. 12 അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, നീ എന്നെ വേണ്ടപ്പെട്ടവനല്ലേ. ഇന്ന് സാധാരണ ഞാൻ പറഞ്ഞ കല്യാണത്തിന് ഞാൻ പോയതിൻ്റെ കാര്യം പറയാം. അവിടെ അച്ഛൻ എല്ലാവരും വലിയ തമാശക്കാരനായ ഒരു അച്ഛനായിരുന്നു. സാധാരണ പെന്തക്കോസ്തുകാരുടെ കല്യാണത്തെ പോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള ഒരു കത്തോലിക്ക കല്യാണമാണ്. അപ്പം വളരെ കാര്യമായിട്ട് അച്ഛൻ തമാശയായിട്ട് പല കാര്യങ്ങളും പറയുമ്പം പ്രിയമുണ്ട്, സ്നേഹമുണ്ട്, ഓരോ കാര്യങ്ങളും തുലനം ചെയ്ത് പറയുന്നത്. എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും എന്ന് പറയും. അച്ഛന്മാർ അല്ലെ പാസ്റ്റർമാർ പറയുമ്പോൾ മൈക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ പറയും. ഞാൻ സമ്മതിച്ചിരിക്കുന്നു, പ്രിയമുണ്ട്, സ്നേഹമുണ്ട്, ഇതൊക്കെ പറയും. എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് ചോദിച്ചത് എന്താണ്? എന്താ കർത്താവ് ചോദിച്ചത്? എന്താ തങ്കമ്മ ചേച്ചി ചോദിച്ചത്? ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഈ 12 അപ്പോസ്തലന്മാർ കൂടെയുണ്ട്, 120 ശിഷ്യന്മാർ കൂടെയുണ്ട്, വലിയൊരു പുരുഷാരം കൂടെയുണ്ട്. കർത്താവ് ചോദിക്കുന്നു, ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു.
കൺഫ്യൂഷനായി, സംശയമായി. വാസ്തവത്തിൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? എന്ത്? ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ദൈവം ആരോട് ചോദിച്ചു? ആദാമിനോട്, ഹവ്വായോട്. ദൈവം പറഞ്ഞത് വാസ്തവത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പിശാചി എന്ന് ആദാമിനോട് ചോദിച്ചു, ഹവ്വായോട്. ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. നിങ്ങളൊക്കെ വീട് പൂട്ടിയിട്ട് സാധാരണ പുറത്തിറങ്ങുന്നവരാ. ചുവട്ടിൽ വന്ന് നോക്കിയിട്ട് വീട് പൂട്ടിയോ, അറിഞ്ഞൂടാ, പൂട്ടിയോ? ഭാര്യ ഭർത്താവിനോട് ചോദിക്കും, ഭർത്താവ് ഭാര്യയോട് ചോദിക്കും, പൂട്ടിയോ? പിശാച് വന്ന് ചോദിച്ചു, എന്ത് ചോദിക്കും? എന്താ ചോദിക്കും? ശരിക്കും സത്യമായിട്ടും പറഞ്ഞോ? ശരിക്കും പറഞ്ഞോ? നമ്മുടെ പാലക്കാടുകാരുടെ ഭാഷ, ശരിക്കും പറഞ്ഞോ അവരിന്ന് വരുമെന്ന് നമ്മുടെ വീട്ടിൽ? തടസ്സവും സംശയവും ജീവിതത്തിന് എന്താണ് ചേർച്ചയില്ലാത്തവണ്ണം നമുക്ക് ചോദിക്കുന്ന ഒരവസ്ഥ. പ്രാതൽ കഴിഞ്ഞ ശേഷം, അപ്പം പ്രാതൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാപ്പാടിന് സമയമാകുന്നു. ഇവിടെ കർത്താവ് പത്രോസിനോട് ചോദിക്കുവാണ്, അവരുടെ പ്രാതൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പ്രാതൽ നമ്മൾ ഉപയോഗിക്കുന്നത്? കഞ്ഞിയായിരിക്കും, ഇഡ്ഡലി ആയിരിക്കും, ദോശയായിരിക്കും, ചപ്പാത്തി ആയിരിക്കും. ഇവിടെ പറയുന്നത് പ്രാതൽ എന്ന് പറയുന്നത് അപ്പവും മീനുമാണ്. സാധാരണ കോഴിക്കോടുകാരുടെ ഫുഡ് പോലെ കോഴിക്കോടുകാർക്ക് അപ്പവും മീനുമാണ് രാവിലത്തെ ആഹാരം. ഇവിടെ ചോദിക്കുന്നു, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു, യോഹന്നാന്റെ മകനായ ശീമോനെ എന്ന് ചോദിച്ചപ്പം അന്തം വിട്ട് നിൽക്കുവാണ് ആര്? പത്രോസ്. പിശാച് ചോദിച്ചപ്പോൾ ഇതിന് അന്തം വിട്ട് നിൽക്കുവാണ് നമ്മുടെ ആദ്യ കപ്പിള്, രണ്ടുപേരും, ഭാര്യ ഭർത്താവ്. അവർക്കൊരു സംശയം പറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ സംശയം, സംശയം ഉത്ഭവിക്കുന്നു. തടസ്സങ്ങളിൽ നിന്നാണ് വിശ്വാസം ചോർന്നു പോകുന്നത്, വിശ്വാസത്തിന് ചലനം സംഭവിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, ചലനം സംഭവിച്ചാൽ ഈ ഇലക്ട്രിക്കൽ സാധനത്തിന് ഒരു പ്ലഗ്, കുത്തുന്ന പ്ലഗിനകത്ത് ഒരു പിന്ന് ലൂസായാൽ കിരികിരികിരിന്ന് കഴിക്കും, അത് വർക്ക് ചെയ്യാതിരിക്കും, അത് പ്രശ്നം ഉണ്ടാക്കും. ഇതേപോലെ ഇവിടെ കർത്താവ് ചോദിക്കുന്നു, പത്രോസ്, യോഹന്നാന്റെ മകനായ പത്രോസ്, ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇങ്ങോട്ട് പ്രാതൽ വന്ന് വള്ളത്തിൽ വെച്ച് ഇവർക്ക് ആഹാരം ഉണ്ടാക്കി. പത്രോസിന് മനസ്സിലായി ഇത് കർത്താവാണ്. അവൻ നോക്കിയപ്പോൾ കർത്താവാണ്. ആഹാരം ഉണ്ടാക്കി. കുഞ്ഞുങ്ങളെ ഭക്ഷിപ്പാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. കടന്നു വരിക പറഞ്ഞു. പത്രോസ് നോക്കിയപ്പോൾ കർത്താവാണ് ആഹാരം ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മുക്കം അതിനകത്തൊരു ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാശൈലി, അവൻ ഉടനെ വസ്ത്രമെടുത്ത് ചുറ്റിയിട്ടെടുത്ത് കടലിലേക്ക് ചാടി. അതുവരെ അവന് സാധാരണ അവരുടെ വസ്ത്രങ്ങൾ നമ്മുടെ ഇവിടുത്തെ പോലെ വസ്ത്രങ്ങളല്ല മുഖവന്മാർ. പ്രിയമുള്ളവരെ, പത്രോസിന് മനസ്സിലായി, കർത്താവിനെ കണ്ടപ്പോൾ, കർത്താവിൻ്റെ നോട്ടം കണ്ടപ്പോൾ പത്രോസിന് മനസ്സിലായി. പത്രോസ് ചാടി, പത്രോസേ വാ, ആഹാരം കഴിക്ക്, ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു, നിൻ്റെ കുടുംബത്തിൽ എല്ലാവരേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ അപ്പനെ യോഹന്നാനെ, അപ്പനെ വിളിച്ചാൽ പറയുന്ന യോഹന്നാന്റെ മകനായ പത്രോസ്, നീ വാ. ഓരോരുത്തർക്കും സംശയമുണ്ടായി. കർത്താവ് നമ്മളെ പേര് ചൊല്ലി വിളിച്ച് ഓരോരുത്തരോട് ചോദിക്കുകയാണ്, നീ ഇവരിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. സാധാരണ പാട്ട് പാടാറുണ്ട്, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഇത്രമാത്രം പുലർത്തി. ഞാൻ പറഞ്ഞില്ലേ, ഒരു അമ്മച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ,
തങ്കമ്മ, പൊന്നമ്മ, കുഞ്ഞമ്മ എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും വളർത്തി അമ്മയ്ക്കൊരു ചുംബനം കൊടുക്കും. ചുംബനം കൊടുത്തിട്ട് മക്കൾ പോകും. അവസാനത്തെ ചുംബനം പേപ്പർ വെച്ചായിരിക്കും, നേരത്തെ മുഖത്ത് നോക്കി ചുംബനം കൊടുക്കാറില്ല. അത് സ്വാഭാവികമായിട്ട് മാറിയിരിക്കുക. ഇപ്പം ചോദിച്ചാൽ പറയും പണ്ട് കോവിഡിൻ്റെ പേര് പറഞ്ഞുകൂടാ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾ എത്ര ചുംബനം തന്നാണ് കല്യാണത്തിന് പറഞ്ഞയക്കുന്ന സമയത്ത് വരെ നിങ്ങൾ ചുംബനം തന്ന അമ്മയും അപ്പനും വിടുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും നമുക്ക് എത്രമാത്രം കർത്താവിനെ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ സാധിക്കുന്നു. അവസാനം ബായ് പറഞ്ഞിട്ട് പ്ലെയിനിൽ കയറി പോകുന്ന പോലെ പോകും. കാണാമെന്ന് പറയും. കർത്താവ് ചോദിക്കും, ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. സ്നേഹവും പ്രിയവും തമ്മിലുള്ള മാറ്റം എത്രയാണെന്ന് നോക്കുക. സ്വർണവും തങ്കവും പോലെയുള്ളതായ മാറ്റമുണ്ട്. 22 കാരറ്റ് സ്വർണം. തങ്കം എത്ര കാരറ്റാ സാറേ? 25 കാരറ്റ് തങ്കം. തങ്കസ്ഫുടം, സ്വർണ്ണസ്ഫുടവും തങ്കസ്ഫുടവും ഉണ്ട്. ഹാർട്ട് രോഗികൾക്ക് ഏറ്റവും വലിയ മരുന്ന് ഉപയോഗിക്കുന്നതാണ് സ്വർണ്ണസ്ഫുടം. സ്വർണം സ്ഫുടം ചെയ്തെടുക്കുന്നതാണ് തങ്കഭസ്മം. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹിക്കുന്ന കർത്താവെ, ഇവരിലധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇവരിലധികമായിട്ട് സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ എന്താ തടസ്സം? ഈ അടുത്ത കാലത്ത് നമ്മളീ പല കല്യാണത്തിനോ മരണത്തിനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പൊതുകാര്യങ്ങളിലാണ് പോകുന്ന സമയത്ത് പറയുന്നത്, ചോദിക്കും കുട്ടികളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കുട്ടികളൊക്കെ നന്നായിരിക്കുന്നു. അവരിപ്പോൾ എത്ര പഠിക്കുന്നത്? ഒരാൾ പറയും ഞാൻ എൻട്രൻസിന് വിടുന്നു, അതേപോലെ തന്നെ CA വിടുന്നു, അതിന് വിടുന്നു, ഇതിന് വിടുന്നു എന്നൊക്കെ പറയും. അവർക്ക് ഞായറില്ല, തിങ്കളില്ല, മറ്റുള്ളതില്ല. നമ്മുടെ ചുറ്റുപാട് ഒത്തിരി പിള്ളേർ CAക്കും എൻട്രൻസിനൊക്കെ പഠിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അവർ പറഞ്ഞുണ്ടായി, ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ പറഞ്ഞു, അവരൊക്കെ ഡോക്ടേഴ്സും സ്പെഷ്യലിസ്റ്റും, ഞങ്ങൾ ഞായറാഴ്ച കർത്താവിനെ വിട്ട് എവിടേക്കും പോയില്ല. പത്രോസിനോട് ചോദിക്കുന്നു, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? ആ പഠിക്കുന്ന പിള്ളേർ, CAക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ, ഞങ്ങളിത് വിട്ട്, ഞങ്ങൾ ദൈവത്തെ വിട്ടിട്ട് എവിടെയും പോകുന്നില്ല. അത് വിട്ടുപോകാത്ത, ഇത് പഠിക്കുന്നവരും ജയിക്കുന്നു, വിട്ടുപോയവരും പോകാത്തവരും പഠിക്കുന്നു, ജയിക്കുന്നു. ഇവരിലധികമായി നമുക്ക് എത്രമാത്രം സ്നേഹിപ്പാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. പത്രോസിൻ്റെ ഭാഷയിൽ പത്രോസ് പറയുന്നത് പ്രിയമെന്നത്, കർത്താവ് ചോദിക്കുന്നത് എനിക്ക് നിന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്നത്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. സ്നേഹത്തിൻ്റെ മറ്റൊരു ഹയർ ഡിഗ്രിയാണ് അവിടെ പ്രിയം. പൗലോസ് എഴുതുന്ന സമയത്ത് പറയുന്നു, പ്രിയമക്കളെ, പ്രിയമക്കളെന്ന പോലെ. നമ്മൾക്ക് ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ തടസ്സങ്ങൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഒരു എഴുത്തുകാരൻ പറയുന്നത് ഇങ്ങനെയാണ്, പരിജ്ഞാനത്താൽ, എന്താണത്, പരിജ്ഞാനത്തിൻ്റെ താക്കോല് ലൂക്കോസ് 11:52 പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് മത്തായി 16:19 പറയുന്നു. പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേയോ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കൂ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിൻ്റെ കയ്യിൽ തരുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ദൈവിക ജ്ഞാനത്തിൻ്റെ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. സദൃശവാക്യം 1:5 പറയുന്നു, എന്താണ്,
യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ആ ജ്ഞാനത്തെ എന്ത് ചെയ്യുന്നു? ആ പരിജ്ഞാനം അത് കാത്തു സൂക്ഷിച്ച് അപ്ലൈ ചെയ്യുക. ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്താൽ മാത്രമേ പരിജ്ഞാനം ഉണ്ടാകൂ. ആ പരിജ്ഞാനത്തിൻ്റെ താക്കോല കൊണ്ട് തുറന്നാൽ മാത്രമേയോ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. വീണ്ടും കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത് രണ്ടാമത്തെ ഭാഗം. കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് അവൻ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവന്, ഊവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. പത്രോസിനറിയാം ഈ പിള്ളേരെ കളിപ്പിക്കുന്നവനാ കർത്താവ്. നിനക്കറിയില്ലയോ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന്? മാതാപിതാക്കളെ കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ പറയും, എന്താണ് നിങ്ങൾക്കൊരു സ്നേഹമില്ലല്ലോടാ പിള്ളേരെ എന്ന് ചോദിച്ചാൽ, എന്താ അപ്പച്ചൻ അറിയില്ലയോ? എനിക്ക് അപ്പച്ചനോട് സ്നേഹമുണ്ട്. അപ്പച്ചനോട് സ്നേഹമുണ്ടെന്നൊക്കെ പറയും. അപ്പച്ചന് മുട്ടായി കൊണ്ട് കൊടുക്കുമോ? മുട്ടായി കൊണ്ട് കൊടുക്കില്ല. അപ്പച്ചന് പോക്കറ്റ് മണി കൊടുക്കുമോ? പോക്കറ്റ് മണി കൊടുക്കില്ല. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. ഇന്ന് അനേക ക്രൈസ്തവ കുടുംബങ്ങളുടെ പ്രകാരം പത്രോസിനോട് ചോദിച്ചു. രണ്ടാമത് പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിർഭരമായ സ്നേഹമാണ്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന നിർഭരമായ സ്നേഹം? ക്രിസ്റ്റൽ ക്ലീൻ സ്നേഹമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവിന് നമ്മളെ ഒരു സ്നേഹമുണ്ട്. തൽഫലമായിട്ട് സ്നേഹസ്വരൂപനായ പുത്രൻ എന്തു ചെയ്തു? തൻ്റെ ഓമനപുത്രനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമാക്കി. യോഹന്നാൻ 3:16 പറയുന്നു, നമ്മളെ ഓരോരുത്തരെയും കരുതി ദൈവം തൻ്റെ ഓമനപുത്രനെ കാൽവറിയിൽ യാഗമാക്കി. അതിനെയാണ് നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയായിട്ട് ഇവിടെ നാട് മുഴുവൻ കൊണ്ടാടുന്നു. ആ നിർഭരമായ സ്നേഹം വളരെ ക്ലീനാണ്. പലപ്പോഴും ഞാൻ ഈ ക്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ അപ്പുറത്തുള്ളത് ഇപ്പുറത്ത് കാണാം. അതേപോലെ തന്നെ ഇത്, അവിടെയുള്ള ഇലയെ പോലെ തന്നെ ഇവിടെ നോക്കിയാലും ആ ഇല കാണാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വല്ലഭത്വം അവസാന തുള്ളി രക്തം വരെ കാൽവരിയിൽ നമുക്ക് വേണ്ടി ചിന്തി. പത്രോസ് ചോദിക്കുകയാണ്, നിനക്കറിയില്ലേ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്? മക്കൾ പറയുമല്ലോ, ഈ അപ്പനും അമ്മയും മക്കളും ഒക്കെ തമ്മിൽ സ്വത്തും മുതലും ഭൂമി വീടിനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും, അവന് കൂടുതൽ കൊടുത്തില്ലേ? അപ്പോൾ അപ്പൻ എന്ത് പറയും? മൂത്തവനാവുന്നതാണ്, ഞാൻ അവന് ഇത്തിരി കൂടുതൽ കൊടുത്തു. അപ്പം ഞാൻ ഇളയവനാകുമ്പോൾ എനിക്കില്ലേ, നിനക്ക് വീട് തരും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള മാനുഷിക ചിന്താഗതികൾ. അപ്പനറിയാം, അമ്മയ്ക്കറിയാം എത്ര മൂത്ത മകനും ഇളയ മകനും ഇടമകനും പണിയെടുത്തു കുടുംബത്തിന് വേണ്ടി. അപ്പോൾ ഇടയമകൻ ചോദിക്കുന്ന സമയത്ത് പറയും, അല്ല നീ ഞങ്ങളുടെ പൊന്നല്ലേ, തങ്കമല്ലേ നീ? ഉടനെ ഒന്നുമില്ലെങ്കിൽ പറയും, ലേവിക്ക് 12 പേരിൽ ആർക്കൊന്നും കൊടുത്തില്ല, ലേവിക്കൊന്നും കൊടുത്തില്ല, ലേവ്യ ഗോത്രക്കാർക്കൊന്നും കൊടുത്തില്ല. നാട് ഗോത്രം വിഭാഗിച്ചു കൊടുത്തപ്പോൾ അവർക്കൊന്നും കൊടുത്തില്ല. നീ ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിക്കോ, ദൈവം നിനക്ക് തരും. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നാം മനസ്സിലാക്കുക, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് കർത്താവേ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. സ്നേഹസ്വരൂപനായ ദൈവം തൻ്റെ അവസാന തുള്ളി രക്തം വരെ കാൽവരിയിൽ നമുക്ക് വേണ്ടി ചിന്തിയത് നമ്മെ സ്നേഹിച്ച് വിലയ്ക്ക് വാങ്ങുവാൻ തക്കോണം. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എൻ്റെ ആടുകളെ പാലിക്കാമെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ് 17-ാം വാക്യത്തിൽ, മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്നും മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്ന്
നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയിക്കുക. വീണ്ടും 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 ചോദിക്കുന്ന സമയത്ത് ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നു, പ്രിക്ക് കൊയ്യുന്നു. ആകയാൽ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? നിങ്ങൾ ക്രൂശിച്ച കർത്താവിനെ ദൈവം കർത്താവും രക്ഷിതാവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് നിങ്ങളൊക്കെ അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറയും. കർത്താവ് പത്രോസിനോട് പറയുവാണ്, എന്താ നിനക്ക് തടസ്സം? നിന്റെ വായ് തുറന്ന് ഇങ്ങോട്ട് പറവാൻ നിനക്കെന്താ തടസ്സം? നിന്റെ ഹൃദയം തുറന്ന് ദൈവത്തിന് വേണ്ടി നിനക്ക് കൊടുപ്പാൻ എന്താ തടസ്സം? നിന്റെ പേഴ്സ് തുറന്ന് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ എന്താ തടസ്സം? നിനക്ക് എന്താ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുവാനോ പള്ളിക്ക് പോകുവാനോ യോഗത്തിന് പോകുവാനോ ജീവിതത്തിൽ എന്താ തടസ്സം? നീ മുറുകെ പിടിച്ചിരിക്കുന്ന നിന്റെ ജോലിയായിരിക്കും. പത്രോസിനെ കുറിച്ച് കർത്താവിന് നന്നായിട്ടറിയാം. നെടുകയും കുറുകയും വ്യാകരിച്ച് പത്രോസിനെ അറിയുന്നവനായ കർത്താവാണ് പറയുന്നത്. വ്യാകരണശാസ്ത്രം കർത്താവ് പഠിപ്പിച്ച ആ പത്രോസ് പറയുക, നിനക്കിതൊക്കെ അറിയില്ലേ, പിന്നെ എന്തിനാ മൂന്നാമതും എന്നോട് ചോദിക്കുന്നത്? പത്രോസ് ചോദിക്കുമ്പോൾ പത്രോസിനെ മൂന്നാമത് ചോദിച്ചപ്പോൾ പത്രോസിന് മാനസാന്തരം ഉണ്ടായി. പത്രോസ് പ്രസംഗിച്ചപ്പോൾ പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ കൂടിയവർക്ക് മാനസാന്തരം ഉണ്ടായി. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ഞാൻ നേരത്തെ പറഞ്ഞു 3 മക്കളുള്ള ഒരു അമ്മച്ചിയുടെ കാര്യം, വേറെ ഒരു 10 മക്കളുള്ള ഒരു അമ്മച്ചിയുടെ കാര്യവും പറഞ്ഞു. അമ്മച്ചി അപ്പച്ചൻ. ആ അമ്മച്ചി ഒരു സബ് കളക്ടറായിരുന്നു. ഈ അപ്പച്ചൻ്റെ നാട്ടുകാരനാണ്. അതിപ്പം അവിടെ ഒരു ആശ്രമത്തിൽ ഒരൊറ്റ റൂമിലെ ഗതിയില്ലാതെ കിടക്കുക. വലിയൊരു പെൻഷൻ വാങ്ങിയിട്ട് അവിടെ കിടക്കുക. മക്കളൊക്കെ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാവരും അമ്മയെ കൊണ്ട് കാണാൻ. അവസാനം മക്കളെ കൊണ്ടുപോയി ആശ്രമത്തിൽ വിട്ടു. അമ്മച്ചി ഇവിടെ കിടന്നു, ഞങ്ങളൊക്കെ കൊടുത്തോളാം എന്തു വേണമെങ്കിലും. അമ്മച്ചി എന്നോട് പറഞ്ഞതാ, മകനെ ഞാനിവിടെ കിടക്കുന്നു, ഒരു മകനും വന്ന് നോക്കുന്നില്ല. അത് പറഞ്ഞ് തങ്കച്ചനും അങ്ങനെ അതേപോലുള്ള പേരുകളൊക്കെയാണ്, അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. എത്ര ഓമനിച്ച് സ്നേഹിച്ച് ലാളിച്ച് വളർത്തി പഠിപ്പിച്ച എല്ലാ മക്കളും ഹയർ ഡിഗ്രിക്കാർ, എല്ലാ മക്കളും വിദേശത്ത്, ഇഷ്ടം പോലെ സ്വത്തും മുതലും ഉണ്ട്. അമ്മച്ചി പറയുക, എന്നെ ഇവിടെ ഒരു ഹോം അറസ്റ്റ് പോലെ കേജ്രിവാൾ കിടക്കുന്ന പോലെ ഡൽഹി പട്ടണത്തിൻ്റെയും വലിയ മുഖ്യമന്ത്രിയാണ് കിടക്കുന്നത്. ഏത് ജയിലില്ല, തിഹാറില്ല അല്ലേ? അമ്മച്ചി അവിടെ കിടന്നിട്ട് പറയുക, എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ എനിക്കൊന്നുമില്ല. എനിക്ക് കേട്ടപ്പോൾ സങ്കടം തോന്നി. എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പോയതാണ്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. എൻ്റെ അമ്മച്ചിയാണ്. മക്കളൊക്കെ അവിടുന്ന് എടുത്ത് അവിടുത്തെ മേട്ടന് അവിടുത്തെ വാർഡന് ലെറ്റർ അയക്കും, അമ്മച്ചിക്ക് വേണ്ടതൊക്കെ ചെയ്തോ, ഞങ്ങൾ ചെയ്തേക്കാം. കാശ് മുടക്കി നല്ല പെട്ടി വാങ്ങണം, അമ്മച്ചിയെ രാജകീയമായിട്ട് നമുക്ക് അടക്കണം. നമ്മുടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരപ്പച്ചനെ അടക്കിയതുപോലെ അല്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു അപ്പച്ചനുണ്ട്, വളരെ കെങ്കമമായിട്ട് അപ്പച്ചനെ അടക്കി, ആഭാണമായിട്ടടക്കി. എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, നിന്റെ ജനയിതാവാണ്, നിനക്ക് മാതൃത്വം തന്നതാണ്. അത് പറഞ്ഞപ്പോൾ അവരെന്നോടൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, മോനെ ഇവിടെ എന്താ വയറ്, ഇവിടെ എന്താ വയറ്? അപ്പം എന്നോട് പറയാ, ആ വയറ്റിനപ്പുറത്തൊരു ഇതുണ്ടല്ലോ വട്ടം, അതെന്താ? പൊക്കിള്. ഈ പൊക്കിൾ കൂടിയാണ് സത്യം ഞാനിവരെ ഒക്കെ നല്ല രീതിയിൽ വളർത്തിയത്.
എനിക്കത് മനസ്സിലായില്ല. കാരണം നമുക്കത്രയും നമ്മുടെ മൈൻഡ് അത്രയും എത്തിയില്ല. കർത്താവ് പറയുന്നു, ഇവരധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? അമ്മച്ചി പറയുന്നു, ഈ പൂക്കൾ കൊടിയാണ് സത്യം. ഞാൻ ഇവനെയൊക്കെ ഹയർ ഡിഗ്രി കൊടുത്ത്, എൻ്റെ ഒരു കളക്ടറാണെങ്കിൽ സാധാരണക്കാരല്ല, ഹയർ ഡിഗ്രി പഠിപ്പിച്ചു, വിദേശത്ത് വിട്ടല്ല. അവസാനം എൻ്റെ ഗതിയോ ഈ തുറയിൽ കിടക്കുകയാണ്. 10-20,000 രൂപ കൊടുക്കുക, അവരെ ആ റൂമിൽ കിടക്കുകയാണ്. അവരുടെ പെൻഷൻ മുഴുവൻ അവിടേക്ക് കൊടുക്കുകയാണ്. മക്കൾ പറയുന്നു, എന്തു വേണമെങ്കിലും. നമ്മുടെ കുമാറും യകുമാറും ഒക്കെ പോയിരിക്കുന്ന വീടുകളിലെ അപ്പച്ചന്മാരുടെ അനുഭവം ഇത് തന്നെയാണ്. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ ഇത് മുഴുവനും ദൈവത്തിൻ്റെയാണ്. പിശാച് കർത്താവിനോട് പറഞ്ഞു, ഇതൊക്കെ എൻ്റേതാണ്, ഒന്ന് നമസ്കരിച്ചാൽ മതി. എന്താ നമ്മുടെ തടസ്സം? നമുക്ക് പലപ്പോഴും തടസ്സമായിരിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ. ഇപ്പം ഈ അടുത്ത കാലത്ത് എന്നോട് പലരും പറഞ്ഞപ്പം പറഞ്ഞു, ഒരു കാറും ഒരു ബൈക്കും ഒരു ബംഗ്ലാവും വിത്ത് AC കിട്ടിയാൽ ഞങ്ങൾ കർത്താവിന് വേണ്ടി അങ്ങ് മറിക്കും. കർത്താവിന് നിന്നെ മറിക്കുന്നവനെ ഒന്നും കർത്താവിന് വേണ്ട. ഞാൻ എന്നോട് ചോദിച്ച ആളോട് പറഞ്ഞു, എനിക്ക് മെഗാഫോൺ കിട്ടിയാൽ ഞാൻ കർത്താവിന് വേണ്ടി മറിക്കും. മെഗാഫോണും വേണ്ട, അഹൂജ ഫോണും വേണ്ട. നീ നിൻ്റെ നാക്കുകൊണ്ട് പോകുമ്പോൾ, നീ പോകുന്നിടത്ത് എവിടെയായാലും നിൻ്റെ ഫീൽഡ് എവിടെ ആകട്ടെ, ഹയർ ഗ്രേഡോ ലോവർ ഗ്രേഡോ, പോകുന്നിടത്ത് കർത്താവിനെ കുറിച്ച് നീ 2 വാക്ക് പറഞ്ഞാൽ മതി. അത് പലപ്പോഴും